ഹായ് ഗൈസ്, 5% എറർ എന്നുള്ള പ്രോഫേം ട്രേഡിങ്ങിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ ആണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഓൾമോസ്റ്റ് 4 മില്യൺ വരെ നമുക്ക് ഫണ്ടിങ് അലോ ചെയ്യുന്നുണ്ട് 5% എറർ. അതേപോലെ ഈ ഒരു ഫേം 2016 ഫോം ചെയ്തിട്ടുള്ളത്. നമുക്ക് ട്രസ്റ്റ് പൈലറ്റിൻ്റെ റിവ്യൂ നോക്കലാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് 4.9 സ്റ്റാർസ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ട്രസ്റ്റ് പൈലറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ആൾക്കാർ പറയുന്ന റിവ്യൂസും കാര്യങ്ങളും ഇവിടെ കാണാൻ പറ്റുന്നതാണ്. അതേപോലെ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് ഫോറക്സ്, മെറ്റൽസ്, ഇൻഡസീസ്, കമോഡിറ്റീസ്, ക്രിപ്റ്റോസ്, ഈ ഒരു ഏരിയാസിലെല്ലാം നമുക്ക് ട്രേഡും കാര്യങ്ങളെല്ലാം ഫൈവറിൽ ട്രേഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഹൈപ്പർ ഗ്രോത്ത്, ഹൈ സ്റ്റേക്ക്, ബൂട്ട് ക്യാമ്പ് എന്ന് പറഞ്ഞിട്ട് 3 പ്രോഗ്രാംസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഏതാണ് ബെറ്റർ, ഡീറ്റെയിൽ ആയിട്ടുള്ള റൂൾസും കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കാവുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് ഡൗൺ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവരുടെ സ്പ്രെഡും കാര്യങ്ങളും ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഡെമോസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ക്രെഡൻഷ്യൽസും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. MT5 ആണ് ഇവർ യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോം. നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന പ്ലാറ്റ്ഫോം MT5 ആണ്. ഓക്കെ, ഈ ഒരു ഏരിയയിൽ നിങ്ങൾക്ക് പോയിട്ട് നിങ്ങൾക്ക് ടെസ്റ്റും കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നതാണ്, സ്പ്രെഡും കാര്യങ്ങളൊക്കെ. ഓക്കെ, ഇനി നമുക്ക് ഹൈപ്പർ ഗ്രോത്തിൻ്റെ പ്രോഗ്രാമിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ നോക്കാം. ഹൈപ്പർ ഗ്രോത്ത് പ്രോഗ്രാം ഹയസ്റ്റ് സക്സസ് റേറ്റ് ഉള്ള ഒരു പ്രോഗ്രാമാണ്. എങ്ങനെയാണ് ഈ പ്രോഗ്രാമിന്റെ മോഡൽ വർക്ക് ചെയ്യുന്നത് നോക്കാം. ഒരു ഇൻസ്റ്റന്റ് ഫണ്ടിങ് മോഡലാണ് ഹൈപ്പർ ഗ്രോത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 3 അക്കൗണ്ട്സ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. 10,000, 20,000, 40,000 എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഇപ്പൊ 10,000 ഫണ്ട് നമ്മൾ ചൂസ് ചെയ്യലാണെന്നുണ്ടെങ്കിൽ, 10,000 അക്കൗണ്ട് നമ്മൾ ചൂസ് ചെയ്യലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനീഷ്യൽ ബാലൻസ് ആയിട്ട് 5,000 ഉണ്ടാകാം. ഈ ഒരു 5,000 10% അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അക്കൗണ്ട് നേരെ ഡബിൾ ആയിട്ട് കിട്ടും. ഓക്കെ, ഇപ്പോൾ 10,000 എന്നുള്ള രീതിയിലേക്ക് മാറും. അതെങ്ങനെയാണ് ഇതിൻ്റെ സ്കെയിലും പ്ലാൻ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ എക്സാമ്പിളായിട്ട് 10K ഫണ്ടിങ് ചൂസ് ചെയ്യുന്നു. 10K ഫണ്ടിങ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നോർമലി ഇവാലുവേഷൻ ഫേസിൽ 10K ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ 10K അക്കൗണ്ട് നമ്മൾ 2 ഇവാലുവേഷൻ ഫേസ് ആയിട്ട് പാസ് ചെയ്തെടുത്തിട്ട് അതിന് ശേഷം മാസ്റ്റർ അക്കൗണ്ടിലേക്ക് പോവാണ് ചെയ്യുക. പക്ഷേ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ $5,000 ആയിരിക്കും നിങ്ങൾക്ക് ഫസ്റ്റ് ട്രേഡ് ചെയ്യാൻ കിട്ടുക. ഇതിൻ്റെ 10% അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പം തന്നെ പേ ഔട്ട് എടുക്കാൻ പറ്റും. അതായത് $5,000 ട്രേഡ് ചെയ്യുന്നു, 500 അച്ചീവ് ചെയ്യുന്നു, 50% പേ ഔട്ട് എടുക്കാൻ പറ്റും ഫസ്റ്റ് സ്റ്റേജിൽ. അതിനുശേഷം നിങ്ങളുടെ അക്കൗണ്ട് നേരെ ഡബിൾ ആവുന്നു, 10,000 ആവും. അതിനുശേഷം നിങ്ങൾക്ക് $1,000 ആയിരിക്കും ടാർഗറ്റ് ഉണ്ടാവും. ഈ $1,000 നിങ്ങൾ ടാർഗറ്റ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ 75% നിങ്ങൾക്ക് സ്പ്ലിറ്റ് ആയിട്ട് എടുക്കാൻ പറ്റും. ഓക്കെ, ഈ ഒരു 75% നിങ്ങൾക്ക് സ്പ്ലിറ്റ് ആയിട്ട് കിട്ടും. അതേപോലെ ബോണസും കാര്യങ്ങളെല്ലാം കിട്ടും. ഈ ഒരു ഓരോ മൈൽ സ്റ്റോണും അച്ചീവ് ആകുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് 20,000, 40,000, 80,000 ഇങ്ങനെ പറഞ്ഞ് ഡബിൾ ആയിട്ടായിരിക്കും നിങ്ങളുടെ അക്കൗണ്ട് പോകുന്നുണ്ടാകും. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു മോഡൽ വർക്ക് ചെയ്യുന്നത്. ഇൻസ്റ്റന്റ് ഫണ്ടിങ് മോഡലാണിത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ റൂൾസ് എന്തെല്ലാമാണ് നമുക്ക് നോക്കാം. സ്റ്റോപ്പ് ഡൗട്ട് ലെവൽ വരുന്നത് 6% ആണ്. ഇവാലുവേഷൻ ടാർഗറ്റ് വരുന്നത് 10% ആണ്. ഡെയിലി പൗസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം കൂടിയുണ്ട്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നിങ്ങൾ ഒരു 10,000 അക്കൗണ്ടിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഒരു $300 നിങ്ങൾ ലോസ് ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ദിവസം പിന്നെ ട്രേഡോ കാര്യങ്ങളോ എടുക്കാൻ പറ്റില്ല, അക്കൗണ്ട് പൗസ് ആവും. ഓക്കെ, നെക്സ്റ്റ് ഡേ ആയിരിക്കും നിങ്ങൾക്ക് ട്രേഡോ കാര്യങ്ങൾ പിന്നെ പ്ലേസ് ചെയ്യാൻ പറ്റുക. ഇതാണ് ഡെയിലി പൗസ് കൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ടാവും. നിങ്ങളുടെ അക്കൗണ്ട് വയലേഷനോ കാര്യങ്ങളൊന്നും സംഭവിക്കില്ല. അതേപോലെ നമുക്ക് ടൈം പീരീഡ് ഉള്ളത്, ഈ ഒരു അക്കൗണ്ട് പാസ് ചെയ്യാനുള്ള ടൈം പീരീഡ് അൺലിമിറ്റഡ് ആണ്. ലിവറേജ് കിട്ടുന്നത് 1:30 രീതിയിലാണ് കിട്ടുക. ഓരോ അക്കൗണ്ട് പാസ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ബോണസും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് മെയിൻ ആയിട്ടുള്ള റൂൾസും കാര്യങ്ങളും നോക്കാം. നിങ്ങൾ ഓരോ ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നതിനനുസരിച്ചിട്ടും നിങ്ങളുടെ അക്കൗണ്ട് ഡബിൾ ചെയ്യാണ് ചെയ്യുക. ഇപ്പം 5,000 ആയിരിക്കും നിങ്ങൾ 10K ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുക. ആ 5,000 ടാർഗറ്റ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ 10,000 ആവും. 10,000 ടാർഗറ്റ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ 20,000 ആവും. 20,000 40 ആവും. ഈ ഒരു രീതിയിൽ ഡബിൾ ആയിട്ടായിരിക്കും നിങ്ങളുടെ അക്കൗണ്ട് ഗ്രോ ആകുന്നുണ്ടാകുക. ഇൻസ്റ്റന്റ് ഫണ്ടിങ് മോഡൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഫേസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് പേ ഔട്ടും കാര്യങ്ങളും എടുക്കാൻ പറ്റും. ഓക്കെ, അതേപോലെ പ്രോഫിറ്റ് ടാർഗറ്റ്, മാക്സിമം ലോസും ഡെയിലി പോസും റിമൈൻ സെയിം ദ ഫണ്ട് സ്റ്റേജ്. നിങ്ങളുടെ ഈ ഒരു 6%, അതേപോലെ തന്നെ 10%, 3% ഉള്ള ഈ ഒരു റൂള് എല്ലാ മൈൽ സ്റ്റോൺ അച്ചീവ് ആകുന്ന അക്കൗണ്ടിൽ സെയിം തന്നെ ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ 10,000, 20,000 ആകുന്ന സമയത്തും ഈ ഒരു 10% ആയിരിക്കും ടാർഗറ്റ് ഉണ്ടാകുക. അതേപോലെ 6% ആയിരിക്കും മാക്സിമം ഡ്രോ ഡൗൺ ഉണ്ടാകുക. 3% ആയിരിക്കും ആ ഒരു ക്യാപിറ്റലിൻ്റെ ബേസ് ഡ്രോ ഡൗണും കാര്യങ്ങളെല്ലാം ഉണ്ടാകാം. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ടൈമിങ്ങിൻ്റെ ആണ്. ഡെയിലി പൗസ് നിങ്ങൾ ആയി കഴിഞ്ഞാൽ നെക്സ്റ്റ് ഈ ഒരു ടൈം MT5 ഈ ഒരു ടൈം ആയി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ട്രേഡും കാര്യങ്ങളും പിന്നെ പ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ. അക്കൗണ്ട് ദാറ്റ് സ്റ്റോപ്ഡ് ഔട്ട് ലെവൽ വിൽ ബി ടെർമിനേറ്റഡ്. 6% ഡ്രോ ഡൗൺ എത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് ടെർമിനേറ്റഡ് ആകുന്നതാണ്. പിന്നെ ട്രേഡോ കാര്യങ്ങളൊന്നും പ്ലേസ് ചെയ്യാൻ പറ്റൂല. നിങ്ങളുടെ ടാർഗറ്റ് അച്ചീവ് ആയി കഴിഞ്ഞാൽ അപ്പം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഫിറ്റ് സ്പ്ലിറ്റും അതേപോലെ ബോണസും കാര്യങ്ങളും കിട്ടുന്നതാണ്. അതേപോലെ ഹോൾഡ് ഓൺ ഓപ്പൺ ഡേറ്റ്സ് ഓവർ വീക്കെൻഡ്സ് അലൗഡ്. നിങ്ങൾക്ക് വീക്കെൻഡ്സിൽ നിങ്ങളുടെ ട്രേഡ്സും കാര്യങ്ങളും ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്.
നമുക്ക് 4 മില്യൺ വരെ നമ്മുടെ ഫണ്ടും കാര്യങ്ങളും ഗ്രോ ചെയ്തെടുക്കാനും പറ്റുന്നതാണ്. ലിവറേജ് നോക്കലാണെങ്കിൽ ഓൾമോസ്റ്റ് 1:30 എന്നുള്ള രീതിയിലാണ് നമുക്ക് ലിവറേജും കാര്യങ്ങളും തന്നിട്ടുള്ളത്. ന്യൂസ് ട്രേഡിംഗ് അതേപോലെ നമുക്ക് അലൗഡ് ആണ്. അതേപോലെ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള അസറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോറക്സിൽ ട്രേഡ് ചെയ്യാം, അതേപോലെ ഗോൾഡ്, മെറ്റൽസ്, ആ ഒരു ഏരിയാസിലെല്ലാം നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. ഇൻഡസ്ട്രീസിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും, ക്രിപ്റ്റോസിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് പ്ലാറ്റ്ഫോം ആയിട്ടുള്ളത് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് MT5 ആയിരിക്കും നമുക്ക് ട്രേഡ് ചെയ്യാനുണ്ടാകുക. ഓക്കെ, നോ മിനിമം ട്രേഡിംഗ് ഡേയ്സ് ഓർ ഡേയ്സ് റിക്വയർഡ് ഫോർ എ കംപ്ലീറ്റിംഗ് ലെവൽ 1. നമുക്ക് അക്കൗണ്ട് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഈ ഒരു പ്രോഫിറ്റ് ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് മിനിമം ദിവസമോ കാര്യങ്ങളൊന്നുമില്ല. ഹോൾഡിംഗ് ഇൻഡസ്ട്രീസ് ഓവർ ദ വീക്കെൻഡ്സ് അലൗഡ് ബട്ട് ക്യാരീസ് ഹൈ സ്വാപ്പ്. നമുക്ക് ഇൻഡസ്ട്രീസ് ഹോൾഡ് ചെയ്യലാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഇൻഡസ്ട്രീസിൽ ട്രേഡ് എടുത്തിട്ട് ട്രേഡ് ഹോൾഡ് ചെയ്യലാണെന്നുണ്ടെങ്കിൽ വീക്കെൻഡിൽ നമ്മൾ ഓരോ ദിവസവും നമ്മൾ സ്വാപ്പ് ചാർജ് പേ ചെയ്യേണ്ടതായിട്ട് വരും. ഹൈ സ്വാപ്പ് ചാർജ് ആണ് വരുന്നത്. ആ ഒരു കാര്യം കൂടി ഇവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. കംപ്ലീറ്റ് ലെവൽ 1 ഇമ്മീഡിയറ്റ്ലി വെൻ റീച്ചിങ് ദ പ്രോഫിറ്റ് ടാർഗറ്റ്. ഓക്കെ, അതിനുശേഷം നമുക്ക് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാക്സിമം ക്യാപിറ്റൽ പെർ ട്രേഡ് ഇവാലുവേഷൻ അക്കൗണ്ട് സൈസ് 40,000. നമുക്ക് മാക്സിമം ആയിട്ട് ഇവർ അലൗ ചെയ്യുന്ന ഫണ്ട് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിൽ നോക്കിയാൽ മനസ്സിലാവും 10,000, 20,000, 40,000. 40,000 ആണ് നമുക്ക് മാക്സിമം ആയിട്ട് ഈ ഒരു പ്രോഗ്രാമിൽ നമുക്ക് അലൗ ചെയ്തിട്ടുള്ളത്. അതേപോലെ നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന അക്കൗണ്ട്സ് ഈ ഒരു അക്കൗണ്ടിൽ തന്നെ, ഈ ഒരു മെയിൽ ID തന്നെ നിങ്ങൾക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിൽ ഹോൾഡ് ചെയ്യാൻ പറ്റിയുള്ള അക്കൗണ്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 20K അക്കൗണ്ട് ഹോൾഡ് ചെയ്യാം, അതേപോലെ 10Kയുടെ ഒരു അക്കൗണ്ട് ഹോൾഡ് ചെയ്യാം, 5Kയുടെ 2 അക്കൗണ്ട്സ് നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അതേപോലെ ഫസ്റ്റ് പേ ഔട്ട് വരുന്നത് 14 ഡേയ്സിലായിരിക്കും നിങ്ങളുടെ അക്കൗണ്ടും കാര്യങ്ങളെല്ലാം പേ ഔട്ടും കാര്യങ്ങളും എടുക്കാൻ പറ്റുന്നത്. അതേപോലെ 14 ഡേയ്സ് പേ ഔട്ട് സൈക്കിൾ വിൽ ബി റീസെറ്റ് എവറി ടൈം യു ഹാവ് എ ന്യൂ അക്കൗണ്ട് സ്കെയിൽഡ്. ക്ലിയർ. അതേപോലെ നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ 13 ഡേയ്സ് നിങ്ങളുടെ അക്കൗണ്ടിൽ കൺസിക്യൂട്ടീവ് ആയിട്ട് ട്രേഡ്സോ കാര്യങ്ങളൊന്നും എടുത്തില്ല, അതായത് 30 ദിവസം നിങ്ങൾ അക്കൗണ്ടിൽ ട്രേഡ്സോ കാര്യങ്ങളൊന്നും എടുത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് ഇന്നാക്റ്റീവ് ആയിട്ട് പോകാൻ ചാൻസ് ഉണ്ട്, ടെർമിനേറ്റ് ആയിട്ട് പോകുന്ന രീതിയിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് ഒരു മാസത്തിൽ നിങ്ങൾ 1-2 പ്രാവശ്യം നിങ്ങൾ ഓർഡർ പ്ലേസോ കാര്യങ്ങൾ ചെയ്ത് വെക്കണം. ഓക്കെ, ഇതാണ് ഇവിടെ മെയിൻ ആയിട്ടുള്ള റൂൾസും കാര്യങ്ങളും വരുന്നത്. നമുക്ക് ന്യൂസ് ട്രേഡിംഗ് അലൗഡ് ആണ്, ലിവറേജ് 1:30 ആണ് വരുന്നത്. അതേപോലെ നമുക്ക് വീക്കെൻഡ്സും കാര്യങ്ങളിലും ഹോൾഡ് ചെയ്യാൻ പറ്റും. പൗസ് വരുന്നുണ്ട്. പൗസ് ചെയ്യാൻ 3% ആണ് പൗസ് ചെയ്യുന്നത്. ഒരു ദിവസം നമ്മൾ 3% ലോസ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അക്കൗണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് പോവില്ല, നമുക്ക് ആ ഒരു ദിവസം ട്രേഡോ കാര്യങ്ങളോ എടുക്കാൻ പറ്റില്ല. നെക്സ്റ്റ് MT5 സെർവറിന്റെ 00 ടൈമിങ്ങിലാണ് നമുക്ക് ട്രേഡ്സും കാര്യങ്ങളും പ്ലേസ് ചെയ്യാൻ പറ്റുക. ഓക്കെ, ഇനി അക്കൗണ്ടിന്റെ മൈൽ സ്റ്റോൺ അച്ചീവ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് അക്കൗണ്ട് ഗ്രോ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. 5,000, 10,000, 20,000, 40,000 ഈ ഒരു രീതിയിലായിരിക്കും നമുക്ക് അക്കൗണ്ടും കാര്യങ്ങളും ഗ്രോ ചെയ്ത് പോകാൻ പറ്റുക. നല്ലൊരു പ്ലാൻ ആണ്. നമുക്കിപ്പോൾ അത്യാവശ്യം ക്യാപിറ്റലും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഈ ഒരു അക്കൗണ്ട് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. $260 പേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സെറ്റപ്പിൽ ട്രേഡും കാര്യങ്ങളും എടുത്ത് മുന്നോട്ട് പോകാൻ പറ്റുന്നതാണ്. ഇതിലൊരു കുഴപ്പം നമുക്കുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ഔട്ട് ലെവലാണ്. മാക്സിമം ഡ്രോ ഡൗൺ 6% കൊടുത്തിട്ടുള്ളൂ. അതേപോലെ ടാർഗറ്റ് നമുക്ക് 10% ഉണ്ട്. ഓക്കെ, ഒരു 1:1 എന്നുള്ള ലെവലിലാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരുന്നു. പക്ഷേ ഇത് കുറച്ചും കൂടി ഹാർഡായിട്ടുള്ളൊരു സെറ്റപ്പാണ്. ഓക്കെ, സ്റ്റോപ്പ് ഔട്ട് ലെവൽ 6% ആയതുകൊണ്ട് തന്നെ. ഓക്കെ, ഇനി അടുത്ത നമുക്ക് പ്രോഗ്രാം നോക്കാം. അടുത്ത വരുന്ന ഹൈ സ്റ്റേക്ക് ചാലഞ്ച് ആണ്. നമുക്ക് കോസ്റ്റ് വളരെ കമ്മിയായിട്ടുള്ളതും അതേപോലെ തന്നെ നല്ലൊരു പൊട്ടൻഷ്യാലിറ്റി ഉള്ള ഒരു ചാലഞ്ചാണ് ഹൈ സ്റ്റേക്ക് ചാലഞ്ച്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാലഞ്ചാണ്. നമുക്ക് മാക്സിമം 100K വരെയാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. സ്കെയിലപ്പും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇതിന്റെ റൂൾസ് നമുക്ക് നോക്കാം. മിനിമം ഇവർ 3 ഡേയ്സ് പ്രോഫിറ്റബിൾ ഡേയ്സ് എന്ന് പറഞ്ഞിട്ടൊരു സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. അതായത് നിങ്ങൾ 3 ദിവസം പ്രോഫിറ്റ് ബുക്ക് ചെയ്യണം. ഇപ്പോൾ ഒരു ദിവസം തന്നെ നിങ്ങൾ അക്കൗണ്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അക്കൗണ്ടും കാര്യങ്ങളും കിട്ടില്ല. 3 ദിവസം നിങ്ങൾ 0.5 എന്നുള്ള രീതിയിൽ അക്കൗണ്ട് പ്രോഫിറ്റും കാര്യങ്ങളും ബുക്ക് ചെയ്ത് ഇരിക്കണം. ഓക്കെ, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് റിയൽ അക്കൗണ്ടിലേക്ക് പോകാൻ പറ്റൂ, അല്ലെങ്കിൽ ഇവാലുവേഷൻ ഫേസ് 1 കംപ്ലീറ്റ് ആക്കി ഫേസ് 2ലേക്ക് പോകാൻ പറ്റുള്ളൂ. പിന്നെ മാക്സിമം ഡെയിലി ലോസ് 5% വരുന്നത്. അതേപോലെ മാക്സിമം ലോസും 10% വരുന്നത്. പ്രോഫിറ്റ് ടാർഗറ്റ് 8% ആണ് ഫസ്റ്റ് ഫേസിൽ വരുന്നത്. സെക്കൻഡ് ഫേസിൽ വരുന്നത് 5% ആണ് വരുന്നത്. നമുക്ക് 100K എടുക്കലാണെങ്കിൽ $495 ആണ് വരുന്നത്. അതേപോലെ നമുക്ക് റിവാർഡ് $14 കിട്ടും. അതേപോലെ റീഫണ്ടും കിട്ടുന്നതാണ് ഈ ഒരു എമൗണ്ട്. ഫസ്റ്റ് പേ ഔട്ടിൽ തന്നെ നമുക്ക് റീഫണ്ടും കാര്യങ്ങളും കിട്ടുന്നതാണ്. കുറച്ച് ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ചാലഞ്ചാണ്. ഓക്കെ, ഇത് നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത് നമ്മൾ മാക്സിമം ഡെയിലി ലോസ് ആണ്, അതേപോലെ മാക്സിമം ലോസും നമ്മൾ നോക്കണം. ക്ലിയർ. പ്രോഫിറ്റ് ടാർഗറ്റ് 8% ആണ്. സെക്കൻഡ് ഫേസിൽ വരുന്നത് 5% ആണ്. ഓക്കെ, നമുക്ക് സ്കെയിലും പ്ലാൻ എല്ലാം വരുന്നുണ്ട്. ക്ലിയർ. ഇനി നമുക്ക് ഇതിന്റെ റൂൾസും കാര്യങ്ങളും നോക്കാം. നമുക്ക് ലിവറേജ് വരുന്നത് നേരത്തെ നമ്മൾ 1:30 ആയിരുന്നു കണ്ടത്. ഇവിടെ നമുക്ക് 1:100 വരെ അവൈലബിൾ ആയിട്ടുണ്ട്. നമ്മുടെ അക്കൗണ്ട് 30 ദിവസം നമ്മൾ ട്രേഡോ കാര്യങ്ങൾ എടുത്തില്ലെങ്കിൽ നേരത്തെ കണ്ട പോലെ തന്നെ ഇന്നാക്റ്റീവ് ആയി പോകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, നമ്മളെ പ്രോഫിറ്റബിൾ ഡേയ്സിന്റെ കാര്യം വരുന്നത് 0.5% ഇനീഷ്യൽ ബാലൻസ് നമ്മൾ പ്രോഫിറ്റബിൾ ആയിട്ട് 3 ദിവസം ബുക്ക് ചെയ്യണം.
അതേപോലെ 5% എന്നുള്ള ലോസും കാര്യങ്ങളും സെറ്റ് ചെയ്യുന്ന ടൈം ഓരോ ദിവസം പോകുന്നതിനനുസരിച്ച് നിങ്ങളുടെ പ്രോഫിറ്റും ലോസും മേക്കുന്നതിനനുസരിച്ച് 5% അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. ഓക്കെ, അപ്പോൾ ഈ ഒരു 5% സെറ്റ് ചെയ്യുന്നത് MT5ന്റെ സെർവർ ടൈം വെച്ചിട്ടായിരിക്കും, 00 ടൈമിംഗ് വെച്ചിട്ടായിരിക്കും. ഓക്കെ, when complete step 1, trader will have option to receive hub credential to future initial purchases. Okay, when complete step 2, traders will receive withdrawable refund to their trading account. The amount refund will be reflected on only the amount paid by the user excluding discounts. Okay, അതായത് നിങ്ങളുടെ സെക്കൻഡ് ഫേസ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫണ്ട് നിങ്ങൾക്ക് റീഫണ്ട് ആയിട്ട് എടുക്കാനുള്ള രീതിയിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ കാണിക്കും. അതേപോലെ നിങ്ങൾ എന്തെങ്കിലും ഡിസ്കൗണ്ട് കൂപ്പൺസോ കാര്യങ്ങളോ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡിസ്കൗണ്ട് കൂപ്പൺസ് എല്ലാം മിനിമൈസ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് ആ ഫണ്ട് കാണിക്കുന്നുണ്ടാകുക. അതേപോലെ ഹോൾഡിംഗ് ട്രേഡ്സ് ഓവർനൈറ്റ് ആൻഡ് ഓവർ ദ വീക്കെൻഡ്സ് ഈസ് അലൗഡ്. നമുക്ക് ഓവർനൈറ്റും അതേപോലെ വീക്കെൻഡ്സ് എല്ലാം ട്രേഡ് അലൗഡ് ചെയ്യുന്നതാണ്. ഓക്കെ, ഹോൾഡിംഗ് ദ ഇൻഡസൈസ് ഓവർ ദ വീക്കെൻഡ്സ് ക്യാരീസ് ഹൈ സാപ്പ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻഡസൈസ് നമ്മൾ ഹോൾഡ് ചെയ്യലാണെന്നുണ്ടെങ്കിൽ വീക്കെൻഡിൽ നല്ലൊരു സാപ്പ് ചാർട്ട് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. ഹോൾഡിംഗ് ഓപ്പൺ ട്രേഡ്സ് ഓവർ ദ ന്യൂസ് ഈസ് അലൗഡ് എക്സ്ക്ലൂഡിംഗ് 2 minutes ബിഫോർ അണ്ടിൽ 2 minutes ആഫ്റ്റർ ഹൈ ഇമ്പാക്ട് ന്യൂസ് നോട്ട് അലൗഡ്. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ അക്കൗണ്ട് കയ്യിൽ നിന്ന് പോകാനുള്ള പോസിബിലിറ്റിയും അതുപോലെ നമ്മൾ പ്രോഫിറ്റ് മേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടാതെ പോകാനുള്ള ചാൻസും ഉണ്ട്. ഒന്നാമത് ന്യൂസിന് ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ സ്ലിപ്പേജും കാര്യങ്ങളും വളരെ കൂടുതലാണ്, നമ്മുടെ അക്കൗണ്ട് കയ്യിൽ നിന്ന് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇവിടെ ഒരു 2 minute വിൻഡോ വരുന്നത്, അതായത് 2 minute ബിഫോറും ആഫ്റ്ററും 2 minute മുന്നേയും പിന്നും നമുക്ക് ട്രേഡോ കാര്യങ്ങളോ എടുക്കാൻ പറ്റില്ല. ഇപ്പം എക്സാമ്പിളായിട്ട് 7 മണിക്കാണ് ഒരു ന്യൂസ് ഉള്ളത്, ഇന്ത്യൻ ടൈം ബേസ് പറയലാണെന്നുണ്ടെങ്കിൽ 7 മണിക്കാണെന്നുണ്ടെങ്കിൽ 6:58 അതേപോലെ 7:02 നമുക്ക് ഓർഡർ പ്ലേസ് ചെയ്യാനോ അതേപോലെ എക്സിറ്റ് ചെയ്യാനോ പറ്റില്ല. നമ്മളൊരു ട്രേഡ് എടുക്കുന്നത് ഈ ഒരു 2 മിനിറ്റിന് മുന്നേയും, അതായത് ന്യൂസ് വരുന്ന 2 മിനിറ്റ് മുന്നേയും 2 മിനിറ്റ് ശേഷം മാത്രമേ നമുക്ക് എക്സിറ്റോ എൻട്രിയോ ചെയ്യാൻ പറ്റുള്ളൂ. ക്ലിയർ? അതേപോലെ നമുക്ക് FX, ഫോറക്സിലും മെറ്റൽസിലും ഇൻഡസ്ട്രീസിലെല്ലാം നമുക്ക് ട്രേഡും കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ പ്ലാറ്റ്ഫോം വരുന്നത് MT5 ആണ്. പ്രോഫിറ്റ് സ്പ്ലിറ്റ് വരുന്നത് 80% to 100 വരെ നമുക്ക് പ്രോഫിറ്റ് സ്പ്ലിറ്റ് വരുന്നത്. അതേപോലെ മന്ത്ലി സാലറിയും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അത് നമ്മുടെ സ്കെയിലിംഗ് പ്ലാൻ അനുസരിച്ചിട്ടാണ്. അടുത്ത നമുക്ക് നോക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു അക്കൗണ്ടിൽ എടുത്ത് വെക്കാൻ പറ്റുന്ന അക്കൗണ്ട്സ് ആണ്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഈ ഒരു മെയിൽ ID യിൽ എൻ്റെ ഒരു അക്കൗണ്ട് ഉണ്ട്, 5 ആ ഒരു 5 അക്കൗണ്ട് എത്ര അക്കൗണ്ട് വരെ എനിക്ക് പർച്ചേസ് ചെയ്ത് ട്രേഡ് ചെയ്യാന്നുള്ളൊരു റൂളാണ് ഇവർ വെച്ചിട്ടുള്ളത്. നമുക്കൊരു 5K അക്കൗണ്ട്, അതേപോലെ ഒരു 20K അക്കൗണ്ട്, വേറെ ഏതെങ്കിലും 60K 100K വേറൊരു അക്കൗണ്ട്, നമുക്ക് 3 അക്കൗണ്ടാണ് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അതേപോലെ സെയിലിംഗ് അപ് ടു 5 million വരെ നമുക്ക് സ്കെയിൽ ചെയ്യാൻ പറ്റും. അടുത്തൊരു റൂൾ എന്ന് വെച്ചാൽ ട്രേഡേഴ്സ് ക്യാൻ റിക്വസ്റ്റ് പേ ഔട്ട് അറ്റ് എനി പോയിന്റ് റിഗാർഡ്ലെസ് ഓഫ് ദ 10% ഗ്രോത്ത് ടാർഗറ്റ്. ഓക്കെ, ഫസ്റ്റ് പേ ഔട്ട് 40 days ആഫ്റ്റർ റിസീവിംഗ് എ ഫണ്ടഡ് അക്കൗണ്ട് ആൻഡ് എവറി 2 weeks ആഫ്റ്റർ ദാറ്റ്. നമുക്ക് പേ ഔട്ട് സൈക്കിൾ വരും. നമുക്ക് പേ ഔട്ടും കാര്യങ്ങളും അക്കൗണ്ട് പ്ലേസ് ചെയ്യാൻ പറ്റുന്നത് 14 ദിവസത്തിന് ശേഷമായിരിക്കും. നമ്മൾ അക്കൗണ്ട് ആക്റ്റീവ് ആയതിനു ശേഷം 14 ദിവസത്തിന് ശേഷമായിരിക്കും നമുക്ക് പേ ഔട്ടും കാര്യങ്ങളും എടുക്കാൻ പറ്റുന്നുണ്ടാകുക. അപ്പോൾ ഈ ഒരു ഏരിയയിൽ അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 14 ദിവസം നമുക്ക് പേ ഔട്ടിന് വേണ്ടിയിട്ട് ഉണ്ട്. അതായത് ഇപ്പോൾ ഒരു ഫ്രഷ് അക്കൗണ്ട് നമ്മൾ മാസ്റ്റർ അക്കൗണ്ടിലേക്ക് മാറിക്കഴിഞ്ഞാൽ നമുക്ക് 14 ദിവസം എടുക്കും നമ്മൾ ഉണ്ടാക്കുന്ന പ്രോഫിറ്റും കാര്യങ്ങളും വിഡ്രോ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് 2 weeks എടുക്കുന്നതാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സ്കെയിലിംഗ് പ്ലാൻ എല്ലാം കാണാൻ പറ്റുന്നുണ്ട്. അക്കൗണ്ട് ബാലൻസ് നമുക്ക് 5,000 ആണെന്നുണ്ടെങ്കിൽ ടാർഗറ്റ് 10% ടാർഗറ്റ് അച്ചീവ് ആയി കഴിഞ്ഞാൽ നെക്സ്റ്റ് അക്കൗണ്ട് ലെവലിലേക്ക്, അതായത് അവരുടെ അക്കൗണ്ട് ബാലൻസും കാര്യങ്ങളും കൂട്ടിത്തരുന്നതാണ്. 7,500 എന്നുള്ള രീതിയിലേക്ക് മാറ്റി തരുന്നതാണ്. നോക്കി, ഈ 500 ബാലൻസ് നമ്മൾ അപ്ഡേറ്റ് ആക്കുന്നത് ഇപ്പോൾ 10% ഗോൾ അച്ചീവ് ആക്കുന്നത് നമ്മളിപ്പോൾ പേ ഔട്ട് കാര്യം ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് $5,000 ഒരു അക്കൗണ്ട് ആണെന്ന് വിചാരിക്കാം. ഈ ഒരു അക്കൗണ്ട് നിങ്ങൾ 1% പ്രോഫിറ്റ് ടാർഗറ്റ് അച്ചീവ് ആയി വിഡ്രോ ചെയ്തു, വീണ്ടും 2% ആയി വിഡ്രോ ചെയ്തു. ഈ ഒരു രീതിയിലാണെന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് ടാർഗറ്റ് അച്ചീവ് ആവില്ല. നിങ്ങൾ കൺസിക്യൂട്ടീവ് ആയിട്ട് 10% വരെ ആക്കി കാണിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇവർ നിങ്ങൾക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് ഒരു അക്കൗണ്ട് ഗ്രോത്തും കാര്യങ്ങളും ചെയ്തു തരും. ഓക്കെ, നിങ്ങളുടെ ഒരു അക്കൗണ്ടിൽ 10% ചെയ്ത് കാണിച്ചു കൊടുക്കുക. അതിന് ശേഷമാണ് നിങ്ങൾക്ക് 7,500 എന്നുള്ള രീതിയിലേക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് പോകാൻ പറ്റുക. അതിനുശേഷം നിങ്ങൾക്ക് 10,000ലേക്ക്, 12,500ലേക്ക്, 15,000ലേക്ക് ഈ ഒരു രീതിയിലായിരിക്കും നിങ്ങൾക്ക് സ്കെയിലപ്പ് ചെയ്ത് പോകാൻ പറ്റുക. ഓൾമോസ്റ്റ് നമുക്ക് 5 million വരെ ഫണ്ടിങ് കാര്യങ്ങളും കിട്ടുന്നതാണ്. അതേപോലെ ഡൗൺ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, നമുക്ക് ഡൗൺ സൈഡിലേക്ക് ഈ ഒരു ഏരിയയിൽ എത്തുന്ന സമയത്ത് നമുക്ക് 100% നമുക്ക് പ്രോഫിറ്റ് സ്പ്ലിറ്റും അതേപോലെ നമുക്ക് മന്ത്ലി സാലറിയും കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട്. ക്ലിയർ? അപ്പോൾ സ്കെയിലപ്പ് പ്ലാൻ അടിപൊളിയാണ് ഇവരുടെ, പക്ഷേ ഓൾമോസ്റ്റ് നല്ലൊരു ടൈം എടുക്കും നമുക്ക് സ്കെയിലപ്പും കാര്യങ്ങളും ചെയ്യുന്നുണ്ടെങ്കിൽ. പക്ഷെ ബെറ്റർ ആയിട്ടുള്ള ഒരു പ്ലാനാണ്. നമുക്ക് നോർമലി ഈ വാല്യൂഷൻ ഫേസിലെല്ലാം പ്രോഫിറ്റ് സ്പ്ലിറ്റും കാര്യങ്ങളും ഇതേപോലെ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ അക്കൗണ്ട് ഗ്രോവും കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ക്ലിയർ?
അപ്പോൾ ഇത്രയേ ഉള്ളൂ ഹൈ സ്റ്റേക്കിൽ വരുന്നത്. നമുക്കിനി ബൂട്ട് ക്യാമ്പിലേക്ക് പോവാം. ബൂട്ട് ക്യാമ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലോ കോസ്റ്റ് ആയിട്ടുള്ള ഒരു ചാലഞ്ചാണ്. സ്റ്റാർട്ടിങ് ഫ്രം 95, നമുക്കൊരു 100K അക്കൗണ്ട് ബൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ $95 നമ്മൾ പേ ചെയ്താൽ മതി. ഇപ്പോൾ കണ്ടോ, ഇവിടെ 100K അക്കൗണ്ട് നമുക്ക് വെറും പേ ചെയ്യേണ്ട എമൗണ്ട് $95 ആണ്. ഓക്കെ, പക്ഷേ നമ്മൾ ഈ ഒരു അക്കൗണ്ട് 3 ലെവൽ സ്റ്റെപ്പ് ഉണ്ട്. ഈ 3 സ്റ്റെപ്പും കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ റിയൽ അക്കൗണ്ടിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ 205 ഈ ഒരു എമൗണ്ട് $205 നമ്മൾ പേ ചെയ്യേണ്ടതായിട്ട് വരും. ക്ലിയർ? അതായത് ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മൾ ഈ ഒരു ചാലഞ്ച് എടുത്ത് ഫെയിലായി പോക്കാണെന്നുണ്ടെങ്കിൽ $95 മാത്രമേ നമ്മളെ കയ്യിൽ നിന്ന് പോകുള്ളൂ. നമ്മൾ നേരത്തെ 100K എടുത്തു കഴിഞ്ഞാൽ $495 ആയിരുന്നു ഉണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ ഈ $495 നമ്മളെ കയ്യിൽ നിന്ന് പോകില്ല, ഈ ഒരു $95 മാത്രമേ പോകുള്ളൂ. നമ്മൾ ഈ അക്കൗണ്ട് എല്ലാം അച്ചീവ് ചെയ്ത് കഴിഞ്ഞ് ലാസ്റ്റ് സ്റ്റേജിൽ പോയി നമ്മുടെ റിയൽ അക്കൗണ്ടിലേക്ക് പോകുന്ന സമയത്ത് മാത്രമേ നമ്മുടെ ഈ ഒരു $205 എന്നുള്ള രീതിയിൽ പേ ചെയ്യേണ്ടതായിട്ട് വരുന്നുള്ളൂ. ക്ലിയർ? അപ്പോൾ നമുക്ക് 3 സ്റ്റെപ്സ് ആണ് ഇവർ വരുന്നത്. സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 3. നമുക്ക് ഈ ഒരു 100K എടുക്കലാണെന്നുണ്ടെങ്കിൽ $25,000 ആയിരിക്കും നമുക്ക് ട്രേഡ് ചെയ്യാൻ തരുന്നുണ്ടാകുക. ഇതിൽ 6% നമ്മൾ ടാർഗറ്റ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് അക്കൗണ്ടിലേക്ക് പോകും, 50,000 പോകും. ഇവിടെ 6% അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ 75,000 പോകും. ഇവിടുന്ന് നമ്മൾ ഈ ഒരു 6% അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ 100K പോകും. ഇങ്ങനെ ആയിരിക്കും അക്കൗണ്ടിലേക്ക് പോകുന്നുണ്ടാകുക. നമ്മൾ ഈ ഒരു എമൗണ്ട് ആയിരിക്കും പേ ചെയ്യേണ്ടിട്ട് വരിക. നമുക്ക് മാക്സിമം ലോസ് ഇവിടെ വരുന്നത് വെച്ചാൽ 5% ആണ്. ഇത് വലിയൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ടുള്ള കാര്യമാണ്. ക്ലിയർ? അപ്പോൾ ഈ 5% എന്നുള്ളത് നമുക്ക് ഡ്രോ ഡൗൺ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇത് അച്ചീവ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വരും. അതേപോലെ നമുക്ക് ടൈം ലിമിറ്റോ കാര്യങ്ങളൊന്നും വരുന്നില്ല. സാവധാനം ട്രേഡും കാര്യങ്ങളും എടുത്ത് പാസ് ചെയ്താൽ മതി. പക്ഷേ ലിവറേജ് ഈ ഒരു ഏരിയ കിട്ടുന്നത് വളരെ കുറവാണ്. നമ്മൾ 1:30 ആയിരുന്നു ഫസ്റ്റ് ലെവലിൽ കണ്ടത്, പിന്നെ 1:100 ആയിരുന്നു. ഇതൊരു സിംഗ് അക്കൗണ്ടിലെല്ലാം കൊടുക്കുന്ന രീതിയിലുള്ളൊരു ലിവറേജ് ആണ് ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. 1:10 എന്നുള്ള രീതിയിലാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതിനുശേഷം നമുക്കിവിടെ വേറൊരു പ്രത്യേകത വെച്ചാൽ 20,000 അക്കൗണ്ട് എടുക്കലാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കോസ്റ്റോ കാര്യങ്ങളൊന്നും ഇല്ല. നമുക്കിത് അപ്ലൈ ചെയ്തിട്ട് ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു ഫണ്ടിങ് ഫേമിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്ത് പോകാൻ പറ്റുന്നതാണ്. ഓക്കെ, നമുക്കിവിടെ 100K ഉണ്ട്, അതേപോലെ 2,500 അക്കൗണ്ടും ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ റൂൾസും കാര്യങ്ങളെല്ലാം വരുന്നത്. നമുക്ക് ഡൗൺ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ കുറച്ച് സ്പെസിഫിക്കേഷൻസ് നമുക്ക് കാണാൻ പറ്റും. സ്റ്റോപ്പ് ലോസ് ഈസ് റിക്വയർഡ് ഓൾ പോർഷൻസ് ആൻഡ് ഓർഡേഴ്സ്. നമ്മൾ സ്റ്റോപ്പ് ലോസ് എല്ലാ പോർഷൻസിലും എന്തായാലും വെച്ചിരിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ വയലേഷൻ വരുത്താൻ ചാൻസ് ഉണ്ട്, നിങ്ങളുടെ അക്കൗണ്ട് പോകാൻ ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് റൂൾ വെച്ചാൽ ദ SL ഈസ് എനി പോർഷൻ മസ്റ്റ് ബി നോ റിസ്ക് മോർ ദാൻ 2%. നമുക്ക് ഒരു ട്രേഡിന് 2% കൂടുതൽ റിസ്ക് ചെയ്ത് ഇടാം. ഓക്കെ, അപ്പോൾ ഓൾമോസ്റ്റ് നമുക്ക് 5% ലോസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൽ 2% ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് 2 ട്രേഡ് സംതിങ് എടുക്കാനും പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ 2% കൂടുതൽ ഒരു ട്രേഡ് റിസ്ക് ചെയ്തുകൂടാം. ഓപ്പണിംഗ് എ പോർഷൻ വിത്തൗട്ട് എ SL ഓർഡർ ഓർ റിസ്കി മോർ ദാൻ 2% ഓഫ് ദ അക്കൗണ്ട് ബാലൻസ് ഇൻ എ സിംഗിൾ പോർഷൻ വിൽ ബി കൺസിഡർഡ് എ റിസ്ക് വയലേഷൻ. നിങ്ങൾ ഈ ഒരു 2% എന്നുള്ള കാര്യം നിങ്ങൾ നോക്കിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിസ്ക് വയലേഷനിലേക്ക് വരും. അതേപോലെ 5 വയലേഷൻസ് വന്നു കഴിഞ്ഞാൽ 5 വയലേഷൻസ് വന്നു കഴിഞ്ഞാൽ അക്കൗണ്ട് ടെർമിനേറ്റ് ആവും. നിങ്ങളുടെ അക്കൗണ്ടിൽ പേ ചെയ്ത എമൗണ്ട് പോകും, അക്കൗണ്ടിൽ പിന്നെ ട്രേഡ് ചെയ്യാൻ പറ്റില്ല. ലിവറേജ് ഫോർ ഓൾ അക്കൗണ്ട് 1:13 ആണ് വരുന്നത്. ഓക്കെ, ന്യൂസ് ട്രേഡിംഗ് നമുക്ക് അലവാണ്. ഹോൾഡിംഗ് ഓപ്പൺ ട്രേഡ്സ് ഓവർനൈറ്റ് ആൻഡ് ഓവർ ദ വീക്കെൻഡ് അലൗഡ്. ഹോൾഡിംഗ് ഇൻഡസ്ട്രീസ് ഓവർ ദ വീക്കെൻഡ്സ് ക്യാരീസ് വെരി ഹൈ സ്വാപ്പ്. 3 പ്രോഗ്രാംസിലും നമ്മുടെ വീക്കെൻഡ്സിൽ ഇൻഡസ്ട്രീസിൻ്റെ ട്രേഡ്സ് ഹോൾഡ് ചെയ്യലാണെന്നുണ്ടെങ്കിൽ നല്ലൊരു സാപ്പ് ചാർജ് കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അക്കൗണ്ട് വിത്തൗട്ട് ആക്റ്റീവ് മോർ ദാൻ 30 കൺസിക്യൂട്ടീവ് ഡേയ്സ് വിൽ ബി ക്ലോസ്ഡ്. ഇതെന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ 30 ദിവസം നിങ്ങൾ കൺസിക്യൂട്ടീവ് ആയിട്ട് ട്രേഡോ കാര്യങ്ങൾ എടുത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് ക്ലോസ് ആയിട്ട് അവർ തീരുമാനിക്കും. അതായത് നിങ്ങൾക്ക് പിന്നെ അക്കൗണ്ട് ട്രേഡോ കാര്യങ്ങളൊന്നും പ്ലേസ് ചെയ്യാൻ പറ്റില്ല, ഇൻആക്റ്റീവ് ആയിട്ട് പോകും. ഓക്കെ, ഈ ഒരു റൂൾ നോക്കലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ട്രേഡറിന് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന അക്കൗണ്ട്സ് എന്ന് വെച്ചാൽ 250Kയുടെ ഒരു അക്കൗണ്ടും 100Kയുടെ 2 അക്കൗണ്ട്സും ആണ് നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നത്. ദ 3% ഡെയിലി പൗസ് അപ്ലൈസ് ഓൺലി ഫണ്ട് അക്കൗണ്ട്സ്. ദ അക്കൗണ്ട് ക്യാൻ ബി കണ്ടു ട്രേഡിംഗ് വെരി. നോർമലി നമ്മൾ നേരത്തെ കണ്ട ഫസ്റ്റ് പ്രോഗ്രാമിൽ ഉണ്ടായിരുന്ന സെയിം റൂളാണ്. ദ പൗസ് 3% ആയി കഴിഞ്ഞാൽ നെക്സ്റ്റ് MT5 സെർവറിൽ 00 ടൈമിംഗ് ആകുന്ന സമയത്താണ് നമുക്ക് നെക്സ്റ്റ് ട്രേഡിങ് കാര്യങ്ങൾ പ്ലേസ് ചെയ്യാൻ പറ്റുക. പേ ഔട്ട് സൈക്കിൾ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ 14 ദിവസമാണ് നമുക്ക് പേ ഔട്ട് സൈക്കിൾ വരുന്നത്. അതായത് 2 weeks ആണ് വരുന്നത്. The 40 days payout cycle will be reset every time you have a new account scaled. Click here to program term and conditions. Okay, ഈ ഒരു രീതിയിലായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും വരുന്നുണ്ട്. ഈ ഒരു ബൂട്ട് ക്യാമ്പ് എന്നുള്ള സെറ്റപ്പ് നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഒന്നാമത് ഈ ഒരു മാക്സിമം ലോസ് ബേസ് നോക്കലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫെയിൽ ആകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, വളരെ സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് മാത്രമേ നിങ്ങൾക്ക് ഈ അക്കൗണ്ട് ഗ്രോ ചെയ്യാൻ പറ്റുള്ളൂ.
ക്ലിയർ? ഒന്നുകിൽ നിങ്ങൾക്ക് ഇൻസ്റ്റന്റ് ഫണ്ടിങ് എന്നുള്ള പോലെ ഹൈപ്പർ ഗ്രോത്ത് നല്ലൊരു ഫീസ് പേ ചെയ്തിട്ട് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അല്ലെങ്കിൽ ഹൈ സ്റ്റേക്ക് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. $39 നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. 100K വരെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈപ്പർ ഗ്രോത്തിലേക്ക് പോകുന്നതാണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളത്. പക്ഷേ ഇതിലൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിലെ സ്റ്റോപ്പ് ഔട്ട് ലെവലാണ് 6% ആണ് സ്റ്റോപ്പ് ഔട്ട് ലെവൽ വരുന്നത്. ടാർഗറ്റ് ലെവൽ 10% ആണ്. ഈ ഒരു രീതിയിൽ നോക്കുന്ന സമയത്ത് ഇതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. പക്ഷേ പ്രോഫിറ്റ് സ്പ്ലിറ്റിൻ്റെയും നമുക്ക് ടൈമിൻ്റെയും കാര്യത്തിൽ നോക്കലാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ബെനിഫിറ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നോക്കുന്നുണ്ടെങ്കിൽ ഹൈ സ്റ്റേക്ക് ആയിരിക്കും കുറച്ചും കൂടി ബെറ്റർ ഉണ്ടാകും. നിങ്ങൾക്ക് 2 ഫേസസും കംപ്ലീറ്റ് ആക്കാൻ കുറച്ച് ടൈം എടുക്കുമെങ്കിലും നമുക്ക് പ്രോഫിറ്റ് സ്പ്ലിറ്റ് ആയാലും ബാക്കിയുള്ള റൂൾസ് എല്ലാം മാച്ച് ചെയ്ത് നോക്കുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളത് ഹൈ സ്റ്റേക്ക് ചാലഞ്ച് തന്നെയാണ്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ ചോദിക്കാൻ പറ്റുന്നതാണ്. അതേപോലെ നമ്മുടെ ഡിസ്കോഡ് ചാനലുണ്ട്. ഡിസ്കോഡ് ചാനൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്തിട്ട് അവിടെ ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അതേപോലെ 5% ഏറയുടെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ലിങ്ക്സും കാര്യങ്ങളും ഡൗൺ സൈഡിൽ കൊടുക്കാം. ആ ഒരു ലിങ്ക് വെച്ചിട്ട് നിങ്ങൾ കേരളമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 5% ഡിസ്കൗണ്ട് കിട്ടും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ 100K എടുക്കുന്നുണ്ടെങ്കിൽ ആ ഒരു $495 5% നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. ഇതേപോലുള്ള കണ്ടന്റ്സിനായിട്ട് ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ, താങ്ക് യു.